PR ഉണ്ട്. അപ്പോൾ PR-ന്റെ ബലത്തിലാണ് കണ്ടന്റ് കൊടുക്കാത്തവർ അവിടെ നിന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അവിടെ നിൽക്കണമെങ്കിൽ ആൾക്കാരെ വോട്ട് ചെയ്തിട്ടില്ല നിൽക്കണം. എനിക്ക് സാബുവിനെ എനിക്ക് അവന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് മൂവിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. നല്ലത്. അല്ല, സ്വന്തം പെർഫോമൻസ് തിയേറ്ററിൽ കണ്ടപ്പോൾ എന്താണ് ശരിക്കും? നമുക്കത് ബെറ്റർ ആക്കാനല്ല, നമ്മൾ എത്ര എന്ത് കണ്ടാലും ബെറ്റർ ആക്കാനല്ല തോന്നുന്നു. അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു. ടൈം ഇല്ലാത്തതുകൊണ്ടാണോ അതോ ബിഗ് ബോസിനോട് താല്പര്യം അല്ല, ഇല്ലാത്തതുകൊണ്ടാണോ? എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഫേവറേറ്റ് ഷോ ആണ്. അപ്പം അതിനെപ്പറ്റി ടൈം കിട്ടി നമുക്കത് കണ്ടിട്ട് ഫോളോ അപ്പ് ഇടയ്ക്ക് മിസ്സായ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കാണുമല്ലോ. പിന്നെ റീൽസ് കാണുന്നു. ഓഫ്കോഴ്സ് റീൽസിൽ വരുന്നതും അല്ലാണ്ട് അങ്ങനെ ഇപ്പം നമുക്ക് ഫേവറേറ്റ് ഇട്ട് അങ്ങനെ എനിക്കിപ്പം അതിൽ കാണുമ്പോഴത്തേക്കും അറിയില്ല. കാരണം എനിക്ക് അവന് എല്ലാവരും എനിക്ക് പുതിയ ആൾക്കാരായിട്ട് ഫീൽ ചെയ്തു. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നു. എല്ലാവരും കോണ്ടന്റിന് വേണ്ടി ചെയ്യുന്നില്ല. കളിക്കട്ടെ, എല്ലാവരും കളിക്കട്ടെ നന്നായിട്ട്. എല്ലാവരും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല, അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യട്ടെ. ഞാൻ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. ലാൽ സാറിൻ്റെ വഴക്കും പരിപാടി കാണുമ്പോഴത്തേക്കും നമ്മൾക്ക് അത് രസമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയാൻ അങ്ങനെ ഇല്ല. പേഴ്സണലി ബിന്നിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പേഴ്സണലി അറിയാൻ എനിക്ക് സാബുവിനെ എനിക്ക് അവന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിചയം എനിക്ക് ഷൂട്ടിൻ്റെ വകുപ്പല്ല. ഇപ്പോൾ സാബുവിനെ കുറേ ട്രോളിലൊക്കെ വരുന്നുണ്ട്. ഈ കണ്ടന്റ് ഒന്നും കൊടുക്കാണ്ട് അവിടെ നിൽക്കുകയാണ് കണ്ടന്റുകൾ കൊടുക്കുന്നവരെ പറഞ്ഞു. എനിക്ക് ഫോളോ അപ്പ് ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ കാണുന്നില്ല. അതിനെക്കുറിച്ച് അഭിപ്രായം അങ്ങനെ ഇല്ല. അവിടെ നിൽക്കണമെങ്കിൽ ആൾക്കാരെ വോട്ട് ചെയ്തിട്ടില്ല നിൽക്കണത്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എല്ലാ രീതിയിലുണ്ടല്ലോ. ഇപ്പോൾ ട്രെൻഡിങ് എടുക്കുന്ന ഒരു വിഷയമാണ് PR വർക്കിന്റെ ഒരു കാര്യം. അവിടെ നിൽക്കുന്നവർക്കെല്ലാം PR ഉണ്ട്. അപ്പോൾ PR-ന്റെ ബലത്തിലാണ് കണ്ടന്റ് കൊടുക്കാത്തവർ അവിടെ നിന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഇപ്പം PR ഇപ്പം എല്ലാവർക്കും ഉണ്ട്. കാശുള്ളവർക്ക് ചെയ്യാൻ, കാശില്ലാത്തവർക്ക് ചെയ്യാൻ അത്രേ ഉള്ളൂ. അതിപ്പം തനിയെ വരും. താന സാറിൻ്റെ കൂട്ടെന്നൊക്കെ പറയില്ല. അങ്ങനെ എന്താ നോർമലി ഉണ്ടാവും. അത് ചിലപ്പം PR എന്ന് പറയാം, അല്ലാതെ കാശ് കൊടുത്തുണ്ടാക്കുന്നതാണ്. ഇനിയും എല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്. എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ബൈ ബൈ. ഇല്ല കേട്ടോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ ബോർഡുണ്ടായിരുന്നു. അങ്ങനെ വലിയതായിട്ട് കാണാറില്ല. അത് പറഞ്ഞു അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ സംഭവം അറിയില്ല. കാരണം അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് പരിപാടി തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് പ്രൊമോ ഒക്കെ കാണും ലാൽ സാറിന്. അല്ലാണ്ട് അങ്ങനെ വലിയ കാണാൻ ടൈം കിട്ടിയിട്ടില്ല. ലക്ഷ്മിയുടെ പരിചയമുണ്ടോ? ഇല്ല.